നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. അവിടെ ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഈ മുന്നൊരുക്കങ്ങളുണ്ടായ പാളിച്ച തന്നെയാണ് വെള്ളക്കെട്ടിന് കാരണം. കൊച്ചി സാധാരണയായി മഴ പെയ്യുമ്പോൾ വലിയ തോതിൽ വെള്ളക്കെട്ടൊക്കെ ആദ്യം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കൊച്ചിയിലെ പ്രത്യേകിച്ച് സൗത്തിലെ KSRTC സ്റ്റാൻഡൊക്കെ അവിടെയൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ദുരിതമാണ്. കൊച്ചിക്കാരെന്ത് പറയുന്നു? എൽദോ വലിയ വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല. ഞാൻ കേൾക്കായിരുന്നു ഈ സാരംഗ പറഞ്ഞതെല്ലാം തന്നെ സാധാരണഗതിയിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളാണ്. മഴയുടെ തുടക്കത്തിൽ തന്നെ ഈ രൂക്ഷമായ വെള്ളക്കെട്ടും കാര്യങ്ങളും വന്നിരുന്നത് ഏതായാലും പരീക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ ദിവസങ്ങളിൽ അത്രയും ഒന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ രാത്രിയിൽ ഉണ്ടായതാണ്. നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആ സമയത്ത് കനത്ത മഴയെ തുടർന്ന് കുറച്ചു നേരം ഒരു വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു എന്നതൊഴിച്ചാൽ പക്ഷേ അതെല്ലാം തന്നെ പെട്ടെന്ന് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. കുറേയെങ്കിലും ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കൊച്ചിൻ കോർപ്പറേഷന് അടക്കം സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര എന്ന് അറിയണമെങ്കിൽ ഈ മഴ അതിൻ്റെ ഒരു തീവ്രതയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് നഗരം പരീക്ഷിക്കപ്പെടുന്നത്. എത്ര കണ്ട് ശുചീകരണ പ്രവർത്തനം നടത്തിയാലും പലപ്പോഴും ചില ഭാഗങ്ങളിലെങ്കിലും വെള്ളക്കെട്ട് അതേ രീതിയിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പൊതുവിലുള്ള ഒരു കാലാവസ്ഥ പോലെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. പകൽ സമയത്ത് വലിയ രീതിയിലുള്ള ഇപ്പോൾ പുലർച്ചെ ഈ രീതിയിൽ മഴയൊന്നും കാര്യമായ രീതിയിലുള്ള, രാത്രിയിൽ ചെറിയ രീതിയിൽ മഴ കിട്ടുന്ന രീതിയിലേക്കാണ് നിലവിലത്തെ ഒരു അവസ്ഥ. പക്ഷേ ഒരു 4 ദിവസത്തിനകം കാലവർഷം എത്തും, വളരെ ശക്തമായൊരു മഴയ്ക്ക് സാധ്യത എന്നതെല്ലാം തന്നെ പറയുമ്പോൾ ഇപ്പോഴും പലയിടങ്ങളിലും എല്ലാം തന്നെ കാനകളുടെ ഒഴുക്ക് സുഗമമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും തന്നെ നടക്കുന്നുണ്ട്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൗത്ത് ഭാഗങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് അവിടെയൊക്കെ എത്ര കണ്ട ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും നിർമ്മാണത്തിലെ പല രീതിയിലുള്ള അശാസ്ത്രീയതകളുണ്ട്. പ്രത്യേകിച്ച് പുതുതായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും തന്നെ ഇത് കണ്ണും പൂട്ടിയുള്ളതാണെന്ന് പറയേണ്ടി വരും. അത് വെള്ളം ഒഴുകിപ്പോകുന്നോ, മഴ പെയ്യുമോ, അത് തടസ്സപ്പെടുമോ, വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും, ഇതൊന്നും കാര്യമായി ആരും തന്നെ ആലോചിക്കാറില്ല. മഴ പെയ്ത് നിറയുമ്പോൾ മാത്രമാണ് എവിടെയെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് പരിശോധിക്കാൻ പോലും മെനക്കെടുന്നത്. ഏതായാലും വലിയ തീവ്ര മഴയിലേക്ക് എത്തിയിട്ടില്ല. അതൊരു വരും ദിവസങ്ങളിൽ ഉണ്ടാകുമ്പോൾ വലിയ മഴക്കെട്ടിലേക്ക് ഏതെല്ലാം പതിവ് സ്ഥലങ്ങളിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കോർപ്പറേഷൻ അധികൃതർ അവകാശപ്പെടുന്നത് എത്രത്തോളം എന്ന് വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കാം. മറ്റൊന്ന് ഉള്ളത് തീരമേഖലകളാണ്. മഴയുടെ ഒരു ശക്തി കൂടുമ്പോൾ നമ്മൾ പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകൾ വലിയ രീതിയിൽ തന്നെ അതിൻ്റെ രൂക്ഷത അനുഭവിക്കാറുണ്ട്. ഏതായാലും അവിടെ ഇപ്പോൾ വലിയൊരാശ്വാസം എന്ന് പറയുന്നത് ചെല്ലാനത്തെ വലിയൊരു ഭാഗം കടൽഭിത്തി നിർമ്മാണം പോയ സർക്കാരിൻ്റെ കാലത്ത് രൂപീകരിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ സീസണിലെല്ലാം തന്നെ ഉള്ളൊരു ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ കണ്ണമാലി മുതൽ തിരിച്ചിങ്ങോട്ടുള്ള ഭാഗത്തും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ സീസണിൽ അത് തീരില്ല. പക്ഷേ ഇതിൽ കുറേയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ളൊരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ആ തീരമേഖലയിൽ ഏതെങ്കിലും രീതിയിൽ കടൽ കയറ്റം ഉണ്ടാകുമ്പോൾ മാറ്റി പാർപ്പിക്കേണ്ട ഇടങ്ങൾ, ആ സ്ഥലങ്ങളെല്ലാം തന്നെ അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ, അത് കണ്ടുവയ്ക്കാനടക്കമുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗമടക്കം നടന്നിരുന്നു. അത് പശ്ചിമ കൊച്ചിയുടെ കാര്യത്തിൽ മാത്രമല്ല, വൈപ്പിനിലേക്ക് പോകുമ്പോഴെല്ലാം ഇതേ രീതിയിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ അവിടെ അനുഭവപ്പെടാറുണ്ട്. കടൽഭിത്തി തകർന്ന മേഖലകളുണ്ട്. അവിടെയൊന്നും ഇതുവരെയും ഒരു കാര്യമായ രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങൾ എത്തിയിട്ടില്ല. മഴക്കാലം കാലവർഷം രൂക്ഷമാകുമ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ മണൽവാട കെട്ടുന്ന പതിവ് മാത്രമാണുള്ളത്. പക്ഷേ അതുകൊണ്ടെല്ലാം എത്രത്തോളം പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുമെന്നതെല്ലാം നമ്മൾ പോയ വർഷങ്ങളിലെല്ലാം തന്നെ കണ്ടതാണ്. കാര്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഈ ഭാഗങ്ങളിലും വേണ്ടിയിരിക്കുന്നു. ഏതായാലും മഴ മുന്നറിയിപ്പ് ജില്ലയിലുണ്ട്. മഴയുടെ ഒരു ശക്തിയിലേക്ക് ആ ജില്ലയിൽ ഇതുവരെ ഒരു കാര്യങ്ങൾ വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുന്നു. അതിൽ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളും എത്രത്തോളം നന്നായി നടത്തിയിട്ടുണ്ട് എന്നതുകൂടി വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും. അതെ, കൊച്ചിയിലെ കാര്യങ്ങൾ നമ്മൾക്ക് എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിയുന്നതുവരെ കാത്തിരിക്കാം. ഉണ്ടാകരുത് മോശം സാഹചര്യം എന്ന് ആശംസിക്കുകയും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ ജയരാജ് ബത്തേരിയിൽ ചേരുന്നുണ്ട്. ജയരാജ്, ഈ നമ്മൾ മഴക്കാലത്തെ വയനാടൻ കാഴ്ച മനോഹരമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ആദിയുണ്ട്. വയനാട്ടിൽ എന്താണ് സാഹചര്യം? കുറച്ച്
ദിവസങ്ങളിലായിട്ട് വയനാട്ടിൽ ചിലയിടങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. വയനാടിനെ സംബന്ധിച്ച് കാലാവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ വർഷം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വയനാട്ടിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തന്നെ ജില്ലയിൽ കാലവർഷ മുന്നൊരുക്കങ്ങൾ അതീവ ജാഗ്രതയോടെ ഊർജിതമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മുൻ വർഷങ്ങളിൽ ജില്ലയിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ വ്യാപകമായ മണ്ണിടിച്ചിലുകളും ഉണ്ടാക്കിയ വൻ നാശനഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ കൂടുതൽ മുൻകരുതലുകളോടെ തന്നെ അധികൃതർ പ്രതിരോധ നടപടികൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രത്യേക കൺട്രോൾ റൂമുകൾ ഇതിനോടൊപ്പം തന്നെ തുറന്നു കഴിഞ്ഞതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ റവന്യൂ അധികൃതരും ഫയർഫോഴ്സും മറ്റ് അടിയന്തര ദുരന്ത നിവാരണ വിഭാഗങ്ങളും പൂർണ്ണ സജ്ജരാണെന്ന് ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന മറ്റ് മലയോര മേഖലകളിലുമെല്ലാം തന്നെ ഇത്തവണ പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മഴ ശക്തമാകുന്ന മുറയ്ക്ക് ജനങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ടെത്താനുള്ള നടപടികളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് യാത്രാ സുരക്ഷ മുൻനിർത്തി ചുരം മേഖല ഉൾപ്പെടെയുള്ള മലയോര പാതകളിൽ ആവശ്യമെങ്കിൽ രാത്രികാല യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്ന സഞ്ചാരികൾക്കും നിലവിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഭരണകൂടം നൽകിയിട്ടുള്ളത്. കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീഴുന്നത് തടയാൻ റോഡരികിലും പൊതുസ്ഥലങ്ങളിലും അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളും ചില്ലകളും ഒക്കെ അടിയന്തരമായി മുറിച്ചു മാറ്റാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ KICBക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ വയനാട്ടിലെ ജനങ്ങൾ പൂർണ്ണമായും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ ജില്ലയിലെ തോടുകളിലും പുഴകളിലും വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഏത് സമയത്തും കൺട്രോൾ റൂം നമ്പറുകളിൽ 24 മണിക്കൂറും ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളും ഒക്കെ മുന്നൊരുക്കങ്ങളായി ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴ ശക്തമായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയും ഇടിയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ഇടി കൂടുതലാണ്, നമ്മൾ ഇടിയുമിന്നും സാധാരണയിൽ നിന്നും കൂടുതലാണ് കണ്ടുവരുന്നത്. എന്തായാലും ഇപ്പോ വയനാട് ശാന്തമാണ്. ഒരുപക്ഷെ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുൻകരുതൽ നടപടി എന്ന രീതിയിലാണ്. പക്ഷെ യെല്ലോ അലർട്ട് ഉള്ള സാഹചര്യത്തിൽ തന്നെ ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞ് മഴ ശക്തമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ടായിരുന്നു. റൈറ്റ്. എന്നാലും വയനാട്ടിൽ മഴ ശക്തമാകാനുള്ള സാഹചര്യമുണ്ടെന്നാണല്ലോ മുന്നൊരുക്കങ്ങൾ വേണ്ടതുപോലെ ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് പ്രിൻസിലേക്ക് കൂടി പോവുകയാണ്. പ്രിൻസ്, മലയോര മേഖലയിലുള്ള യാത്രകളൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ഇടുക്കിയിൽ എന്താണ് സാഹചര്യം? നിലവിൽ ഇടുക്കിയിൽ ശക്തമായൊരു മഴ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിയ മഴ വിവിധ മേഖലകളിൽ, അതായത് ഒറ്റപ്പെട്ട മഴ പെയ്തിരുന്നെങ്കിൽ പോലും അതിശക്തമായ ഒരു കാലവർഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല. ഇടവിട്ട് ചെറിയ തോതിലുള്ള മഴയാണ് പെയ്യുന്നത്. ചാറ്റൽ മഴയ്ക്ക് മാത്രമേ പെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നിലവിലത്തെ സാഹചര്യത്തിലില്ല. എങ്കിലും മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും കാലവർഷത്തിന്റെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മുൻകൂട്ടി തന്നെ റോഡരികിൽ നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങളൊക്കെ മുറിച്ചു നിൽക്കുന്നതിനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പല മേഖലകളിലും ഇത്തരം മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. കാരണം വലിയ തോതിലുള്ള അപകടങ്ങൾ മുൻവർഷങ്ങളൊക്കെ ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം യാത്രകളിലൊക്കെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ മൂലമുള്ള അപകടസ്ഥിതിയൊക്കെ ഉള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം KICB അടക്കമുള്ള വിവിധ വകുപ്പുകളും മഴക്കാലം മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം ഗ്രാമപഞ്ചായത്തുകളും സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ മുന്നൊരുക്കങ്ങളൊക്കെയാണ് നടത്തി വന്നിരിക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ മഴ ആരംഭിച്ചിട്ടില്ല. പ്രത്യേകിച്ചും കാര്യമായൊരു മഴ ആരംഭിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഹൈറേഞ്ചിന്റെ തമിഴ്നാട് അതിർത്തി മേഖലകളിലൊക്കെ ശക്തമായ മഴ ലഭിച്ചിട്ടില്ല. വരും ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ മഴ ശക്തമാകാത്തൊരു സാഹചര്യം, അപകട സാധ്യതകൾ കുറവാണെങ്കിലും വരും മണിക്കൂറുകൾ മഴ ശക്തമാകും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. എങ്കിലും ശക്തമായ ഒരു മഴ അതിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല. റൈറ്റ്. എന്നാലും ഇടുക്കിയിലും സാഹചര്യം ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു വലിയ തോതിൽ മഴ ആയി വരുന്നതേ ഉള്ളൂ. എന്നാലും സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യും. കാലവർഷം താഴ്ന്നെത്തി. അതിൻ്റെ മുൻകരുതൽ എല്ലാവരും എടുക്കുക എന്ന് മാത്രം പറയുകയാണ്.